എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം മുഴുവൻ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് പറയുന്നത്. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് എന്ന് ഈ അധ്യായം തന്നെ 1 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അനേകർക്കും കാണാതെ അറിയാവുന്നൊരു വാക്യമാണ്. യഥാർത്ഥമായി വീണ്ടും ജനന അനുഭവത്തിലേക്ക് വന്ന ഒരാൾക്കും അതല്ല ഒരു നാമധേയ ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ഒരാൾക്കും എല്ലാവർക്കും ഒരുപോലെ കാണാപ്പാടമായിരിക്കുന്ന ഒരു വാക്യമാണ്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന്. വിശ്വാസം എന്താണ്? വിശ്വാസം എന്നിവിടെ പറയുകയാണ്. വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് വിശ്വാസത്താൽ അബ്രഹാം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക്. അബ്രഹാമിന് ജീവനുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായപ്പോൾ ആ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് പുറപ്പെട്ട ഒരു ദൈവദാസനാണ് അബ്രഹാം. എന്നാൽ നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 11 അധ്യായം അതിൻ്റെ 27 മുതലുള്ളതായ 32 വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാമിൻ്റെ പിതാവായിരുന്നു തേരഹ്. തേരഹിന് 3 മക്കളുണ്ടായിരുന്നു: അബ്രഹാം, ഹാരാൻ, നാഹോർ. ഇങ്ങനെ 3 മക്കളുടെ പിതാവായിരുന്നു തേരഹ്. എന്നാൽ ഈ തേരഹ് കൽദയരുടെ ഊരെന്ന പട്ടണത്തിൽ താമസിച്ചിരുന്നു എന്നെല്ലാം നാം ഇവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് അബ്രഹാമിൻ്റെ ഒരു സഹോദരനായ ഹാരാൻ മരിച്ചുപോയി. ഹാരാൻ്റെ മകനായിരുന്നു ലോത്ത്. എന്നാൽ ഈ അധ്യായത്തിൽ നാം വായിക്കുന്നത് തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിയെയും തൻ്റെ മകനായ ഹാരാന്റെ മകനായ ലോത്തിനെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ യാത്ര പുറപ്പെട്ടു എന്നൊരു വാക്യം നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിന് മുൻപേ കനാൻ ദേശത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് തേരഹിന് കിട്ടിയിരുന്നിരിക്കണം. അത് വേദപുസ്തകത്തിൽ വിശ്വാസി വീരന്മാരുടെ പട്ടികയിലൊന്നും തേരഹിനെ കുറിച്ച് പറയുന്നില്ല. എങ്കിലും തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഭാര്യയായ സാറയെയും പൗത്രനായ ലോത്തിനെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ തേരഹിന് ഒരു കുഴപ്പം പറ്റി. കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു എങ്കിലും അവർ ഈ തേരഹ് ഹാരാൻ വരെ വന്നിട്ട്, ഹാരാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ പാർത്തു എന്നാണ് നാം വായിക്കുന്നത്. കനാൻ ദേശത്തേക്ക് പോകുവാനാണ് യാത്ര പുറപ്പെട്ടത്. പക്ഷെ ഒരു സ്ഥലം വരെ വന്നപ്പോൾ തേരഹ് അവിടെ പാർത്തു. കുറെ കാലം കഴിഞ്ഞപ്പോൾ തേരഹ് അവിടെ വെച്ച് മരിച്ചുപോയി. എന്നാൽ അതിനുശേഷം 12 അധ്യായം തുടങ്ങുമ്പോൾ നാം കാണുന്നത് യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അത് വിളിക്കപ്പെട്ട വാഗ്ദത്തത്തിൻ്റെ സന്തതിയായ അബ്രഹാമിനോട് ജീവനുള്ള ദൈവം നേരിട്ട് ഇടപെടുകയാണ്. അതിനു മുൻപുള്ള അധ്യായത്തിൽ തൻ്റെ അപ്പനായ തേരഹിൻ്റെ ഹിതപ്രകാരം, ഇഷ്ടപ്രകാരം തേരഹിനോടൊപ്പമാണ് അബ്രഹാം യാത്ര പുറപ്പെടുന്നത്. എന്നാൽ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം, തൻ്റെ പിതാവിൻ്റെ മരണശേഷം ജീവനുള്ള ദൈവം അബ്രഹാമിനെ വ്യക്തമായി പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്: ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന്. എന്തുകൊണ്ടാണ് അബ്രഹാമിൻ്റെ പേര് വിശ്വാസികളുടെ പട്ടികയിൽ നാം കാണുന്നത്? വിശ്വാസികൾക്ക് പിതാവ് എന്നാണ് അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്നത്. വിശ്വാസികളുടെ പിതാവായി തീർന്ന അബ്രഹാം തന്നെ വിളിച്ച ദൈവത്തിൻ്റെ വിളി കേട്ട് പുറപ്പെട്ടു. തൻ്റെ അപ്പനായ തേരഹ് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യാൻ പുറപ്പെട്ടു എങ്കിലും ഇടയ്ക്ക് എവിടെയോ വെച്ച് ആ യാത്ര നിർത്തി കണ്ട ഒരു സ്ഥലത്ത് പാർത്തു. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വിളി ലഭിച്ച അബ്രഹാം തൻ്റെ മുൻപിലുള്ളതായ പ്രതിബന്ധങ്ങളെ എല്ലാം തരണം ചെയ്ത് സ്വർഗീയ കനാൻ ലക്ഷ്യമാക്കി യാത്രയായി. അതുകൊണ്ടാണ് നാം ഇവിടെ വായിക്കുന്നത്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര പുറപ്പെട്ടു. അബ്രഹാമിന് അറിയില്ല എവിടേക്കാണ് പോകുന്നതെന്ന്. ദൈവം തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. തന്നെ എവിടെ എത്തിക്കുമെന്നറിയില്ല. എന്നാൽ ഈ ജീവനുള്ള ദൈവം ആരാണെന്നറിയില്ല. തൻ്റെ അപ്പൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് എവിടെയോ വെച്ച് ആ യാത്ര നിന്നുപോയത് അബ്രഹാമിനറിയാം. എന്നാൽ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് അബ്രഹാം ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് അബ്രഹാം
തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ഒരു ദേശം. അബ്രഹാം ജീവനുള്ള ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചു. ആ വാക്ക് അനുസരിച്ച് പുറപ്പെട്ടു. തൻ്റെ ഭാര്യയെ കൂടെ കൂട്ടി, തൻ്റെ സഹോദരന്റെ മകനായ ലോത്തിനെയും കൂടെ കൂട്ടി ആ യാത്ര പുറപ്പെടുക മാത്രമല്ല, എവിടെയും തറ്റി നിൽക്കാതെ കനാൻ ദേശത്തെ നോക്കി യാത്രയായി. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, അബ്രഹാം തൻ്റെ യാത്ര പുറപ്പെട്ടു. ജീവനുള്ള ദൈവം അരുളി ചെയ്തത് അബ്രഹാം സത്യമായും വിശ്വസിച്ചു. തനിക്ക് അവകാശമായി ഒരു ദേശം കിട്ടുമെന്ന് ജീവനുള്ള ദൈവം ആണ് എന്നോട് അരുളി ചെയ്തതെങ്കിൽ ആ ദൈവം എനിക്ക് വേണ്ടി ഒരു ദേശം ഒരുക്കിയിട്ടുണ്ട്. ആ ദേശത്ത് ഞാൻ ചെന്നെത്തുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതെ, കണ്ടില്ല, അബ്രഹാം ഒന്നും കണ്ടില്ല. ദൈവം പറഞ്ഞ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് കേട്ടു. ഇത് സത്യമായിരിക്കുമോ? ഈ പോകുന്ന യാത്രയിൽ എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ട്, എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്. ഇത് അക്കരെ അങ്ങ് ചെന്നെത്തുമോ? അങ്ങനെ ഒരു അവകാശദേശം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? ഞാനിങ്ങനെ പോയാൽ എൻ്റെ ഭാവി എന്തായിത്തീരും? എൻ്റെ ഭാര്യയുടെ കാര്യം എന്തായിത്തീരും? എൻ്റെ മക്കളുടെ കാര്യം എന്തായിത്തീരും? എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന പൗത്രൻ ലോത്തിൻ്റെ സഹോദരൻ്റെ പുത്രനായ ലോത്തിൻ്റെ കാര്യം എന്തായിത്തീരും? ഇതൊന്നും അബ്രഹാമിന് വിഷയമായിരുന്നില്ല. അബ്രഹാം ഒന്ന് ചെയ്തു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ. അബ്രഹാമിനൊരു നിർണയം ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ഒരു ദേശമുണ്ട്. പ്രിയപ്പെട്ട ദൈവവേദലേ, എന്നെയും നിങ്ങളെയും ജീവനുള്ള ദൈവം വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അവകാശമായി കിട്ടുവാനുള്ള ഒരു ദേശം. ഹല്ലേലൂയ. നാം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വെറുതെ ആടിപ്പാടി കർത്താവിനെ നാം വിളിച്ചപേക്ഷിച്ചിട്ട് വെറുതെ ഈ ഭൂമിയിൽ തീർന്നു പോകുവാനല്ല സ്വർഗത്തിലെ ജീവനുള്ള ദൈവം വിളിച്ചത്. വിശ്വാസം, അതെ, വിശ്വാസം ഒരു കൃപാവരമാണെന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. വിശ്വാസം എന്നതൊരു കൃപാവരമാണ്. 9 കൃപാവരങ്ങളിൽ ഒരു കൃപാവരമാണ് വിശ്വാസം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. ആ 9 കൃപാവരങ്ങളിൽ ഒന്നായ വിശ്വാസം കൂടാതെ മറ്റൊരു കൃപാവരവും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ജ്ഞാനത്തിന്റെ വചനം വരണമെങ്കിൽ വിശ്വാസം വേണം. ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസം വേണം. ദൈവത്തിന്റെ വചനമാണ് ഇത് എന്നുള്ള വിശ്വാസം വേണം. പരിജ്ഞാനത്തിന്റെ വചനം വരണമെങ്കിൽ നമുക്ക് വിശ്വാസം എന്ന വരം വേണം. പ്രവചനവരം നമ്മിൽ കൂടി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നാം വിശ്വാസികളായിരിക്കണം. നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. കാരണം ജീവനുള്ള ദൈവം അരുളി ചെയ്യുന്നതായ പ്രവചന കാര്യങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുവാൻ ഒരു വിശ്വാസം എന്ന കൃപാവരം നമ്മിൽ ഓപ്പറേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. നാം അന്യഭാഷ പറയുമ്പോഴും അതിനെ വ്യാഖ്യാനിക്കുമ്പോഴും രോഗങ്ങളെ സൗഖ്യമാക്കുമ്പോഴും ഭൂതങ്ങളെ പുറത്താക്കുമ്പോഴും എല്ലാം അതിൻ്റെ പിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു കൃപാവരമാണ് വിശ്വാസം എന്ന കൃപാവരം. ഹല്ലേലൂയ. ഈ വിശ്വാസമാണ് അബ്രഹാമിന് ദൈവം ദാനമായി നൽകിയത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ വിശ്വാസ ജീവിതയാത്രയിൽ നീ മടുത്തു പോയിട്ടുണ്ടോ? അതോ നീ വിശ്വാസ ജീവിതം കർത്താവ് വിളിച്ച് ഇറക്കിയിട്ട് ഈ ജീവിത പാതയിലേക്ക്, ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ വഴിയിലേക്ക് നമ്മെ വിളിച്ചിറക്കിയിട്ട് അതെ ആ കർത്താവ് നമ്മെ വഴിയിൽ തള്ളിയിട്ടിട്ട് പോകുന്ന ദൈവമാണോ? ഒരു കാലത്തുമല്ല. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം. എന്നാൽ അതിലൊന്നും പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭക്തനെ നോക്കിയാണ് അവകാശ ദേശം കാത്തിരിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ എത്രയോ വന്നു. ഹല്ലേലൂയ. അതെ, സ്വന്തം ഭാര്യ അബീമേലെക്കിന്റെ കൊട്ടാരത്തിൽ പോകേണ്ടി വന്നു. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വന്നു. പല സ്ഥലങ്ങളിൽ പ്രതികൂലങ്ങൾ ഉണ്ടായി. സ്വന്തം മകനായ ഇസ്ഹാക്കിനെ ബലി കഴിക്കേണ്ട ചില അത്രമാത്രം പരീക്ഷണങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്നു. അപ്പോഴൊന്നും അബ്രഹാമിന്റെ വിശ്വാസം വ്യതിചലിച്ചു പോയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുതിയ നിയമ പുസ്തകം എഴുതിയപ്പോൾ ആ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ആദ്യമെന്നോണം അബ്രഹാമിന്റെ പേര് എഴുതി ചേർത്തത്. വിശ്വാസത്താൽ തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ഒരു ദേശം. പ്രിയപ്പെട്ട ദൈവവേദലേ, നിനക്ക് അവകാശമായി ഒരു ദേശം തരാമെന്ന്, നിനക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ടെന്ന്, എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിലെ ദൈവം, ജീവനുള്ള ദൈവം, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോയിരിക്കുന്നു എന്നുള്ളതായ വാഗ്ദത്തം. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ ക്രിസ്തീയ ജീവിത പാതയിൽ നാം അടിപതറി പോകേണ്ടി വരികയില്ല. ഈ കർത്താവ് നമ്മെ അക്കരെ എത്തിക്കുവാൻ മതിയായ ദൈവം. ജീവിതത്തിൽ കൂടി കടന്നു വരുന്ന പ്രതികൂലങ്ങളെ അബ്രഹാം നേരിട്ടതുപോലെ വിശ്വാസത്താൽ ഇതിനെ മുന്നോട്ട് നേരിടുന്നുവെങ്കിൽ
വിശ്വാസത്താൽ തനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത ദേശത്ത്, ആ സ്വർഗീയ കൂടാരത്തിൽ, ആ സ്വർഗീയ ഭവനത്തിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ എത്തിച്ചേരുമെന്നുള്ളതായ പ്രത്യാശ നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കും. ഹാലലൂയ. ഈ വിശ്വാസത്താൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹാലലൂയ. ഒരു അനുഗ്രഹീതമായ ഗാനം ഇങ്ങനെ നാം കേട്ടിട്ടുണ്ട്, നാം പാടാറുണ്ട്. ഹാലലൂയ. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത നല്ല കാര്യസ്ഥൻ, പ്രാർത്ഥന കേൾക്കും ദൈവം സ്വർഗസ്ഥൻ, എന്നും എന്നേക്കും അങ്ങ് പരിശുദ്ധൻ, തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തു യേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. അതെ, തൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ ഉവ്വ എന്ന് മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തു യേശുവിൽ ആമേൻ എന്നും തന്നെയാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. എന്നെയും നിങ്ങളെയും വിളിച്ചിറക്കിയ കർത്താവ് വിശ്വസ്തൻ. ആ കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിയ ദൈവ പൈതലേ, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവതിയാണ്. ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരാണ്. ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു കൊടുക്കാം. നല്ലവനായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ ആകർഷിക്കട്ടെ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറാതെ സ്വർഗീയ നാടിനെ ലക്ഷ്യമാക്കി ഓടുവാൻ, വിശ്വാസത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ ജീവന്റെ വചനം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.